എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള പാത്രങ്ങളിൽ നിന്ന് സോപ്പ് ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഡോവിൻ്റെ ഒരു പകുതി ഭാഗം, സോപ്പിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് വെച്ചുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലുള്ള നമ്മൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന സോപ്പുകൾ ഉണ്ടാവും അല്ലേ. ഇത് 10 രൂപയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 1 വീക്ക് ആകുമ്പോഴേക്കും മൊത്തം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയിട്ട് പെട്ടെന്ന് തീർന്നു പോകും അല്ലേ. അപ്പോൾ ഇത് കുറച്ച് നാൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 മന്തോളം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ ഇത് പഴയതാണ്, ഞങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ സോപ്പ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ 10 രൂപയുടെ സോപ്പൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ 2-3 ബോട്ടിൽ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് എത്തും. ലിക്വിഡൊക്കെ ആണെങ്കിൽ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ സോപ്പാവും നമുക്ക് കുറച്ച് നാൾ മാത്രമേ ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ അലിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നത് സാധാ അടുപ്പിലാണ് കേട്ടോ, വിറകടുപ്പിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഈ അടുപ്പിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നല്ല ചൂട് തട്ടിയിട്ട് അത് വീണ്ടും അത് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അത് കട്ട രൂപത്തിലേക്ക് തന്നെ ആയിട്ട് വരും. ഇത് മൊത്തമായിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഡോവിൻ്റെ ഈ ഒരു സോപ്പും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഡോവിൻ്റെ സോപ്പും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഡോവിൻ്റെ സോപ്പും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനിത് ഇതുപോലെ 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സോപ്പിൻ്റെ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 പാത്രങ്ങളിലാക്കി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അല്പം ചൂടുവെള്ളം നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലൊരു വലിയ കപ്പ് വെള്ളം നമ്മുടെ ഡോവിൻ്റെ സോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെ സോപ്പിലേക്കും 1 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടുവെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഡോവിൻ്റെ സോപ്പിൻ്റെ അതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷിൻ്റെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഡോവിൻ്റെ കുറച്ചുകൂടി അലിഞ്ഞ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തെ ഡോവിൻ്റെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂട് തണിയുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലിക്വിഡ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറിയ പൊടി പോലെ മാത്രമേ അടിഭാഗത്തായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പം നമുക്കിനി ഡോവിൻ്റെ എടുത്ത് നോക്കാം. അപ്പോൾ ഡോവിൻ്റെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്.
ഞാനിത് നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് ഇതിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം ഞാനിതാ നമ്മുടെ ഡോവിൻ്റെ ലിക്വിഡ് ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഡിഷ് വാഷിൻ്റെ ലിക്വിഡും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിത് ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഞാനിത് ഇതുപോലെ ഒരു ഷാമ്പൂവിൻ്റെ ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കാലി ബോട്ടിലാണ്. പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതുപോലെ 2 ബോട്ടിലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഞാൻ എൻ്റെ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്പം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഈ പ്ലേറ്റ് ഒന്ന് ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് കുറച്ച് നാൾ കൂടുതലായി ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു 2 ഡ്രോപ്സ് മാത്രം മതിയാവും കേട്ടോ. സോപ്പ് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഒരു 2 ഡ്രോപ്സ് തന്നെ മതിയാകും. അപ്പം ഞാനിത് നമ്മുടെ ഹാൻഡ് വാഷ് ഇതിലേക്കാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അതായത് ഡോവിൻ്റെ ലിക്വിഡ് ഇതിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഇതിൽ നിന്ന് അല്പം മാത്രം കയ്യിലേക്ക് നല്ല പതയുണ്ട്. ഇത് ഞാൻ അല്പം മാത്രം കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ ഇതുപോലെ നമുക്ക് ഹാൻഡ് വാഷും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് നമുക്ക് നല്ലൊരു ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. 10 രൂപ കൊടുത്ത് നമുക്ക് 1 മന്തോളം ഉപയോഗിക്കാനുള്ള ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഹാൻഡ് വാഷും നമുക്ക് വീട്ടിൽ തന്നെ ഒരു സോപ്പ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ടാറ്റ ബൈ, സീ യു.